ഹായ്, ഇപ്പോൾ നമ്മുടെ മുമ്പിലിരിക്കുന്നത് എബിൻ സെബി. 3 വർഷം മുമ്പ് +2 കഴിഞ്ഞ ശേഷം ചോയ്സ് ക്യാമ്പയിൻസിൻ്റെ കാലടി ബ്രാഞ്ച് വഴി ന്യൂസിലേക്ക് ഒരു വർഷത്തെ ഒരു സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം പഠിക്കാൻ വേണ്ടി മൈഗ്രേറ്റ് ചെയ്ത ആളാണ്. എബിൻ സെബി, കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട്. അതായത് +2 കഴിഞ്ഞ സ്റ്റുഡൻസ് ന്യൂസിലേക്ക് കുറേ പേര് ട്രൈ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ 3 വർഷം മുമ്പ് എബിൻ മൈഗ്രേറ്റ് ചെയ്തപ്പോൾ കുറേ ചാലഞ്ചസും കൺസേണും ഒക്കെ ഉണ്ടായില്ലേ? അപ്പോൾ മെയിനായിട്ടുള്ള കൺസേൺ എന്തായിരുന്നു? എങ്ങനെയുണ്ട് കോഴ്സ്, ജോലി കിട്ടുമോ, അത് കഴിഞ്ഞിട്ടുള്ള ഭാവി ഫ്യൂച്ചർ പരിപാടീസ്, അതൊക്കെയായിരുന്നു മെയിനായിട്ട് നമ്മൾ കൺസേൺ ആയിട്ട് നോക്കുന്നത്. ഫസ്റ്റ് ചെല്ലുന്നവർക്ക് ഇവിടെ ഫസ്റ്റ് ടൈം ജോലി കിട്ടുമോ, ഹൗസ് സ്റ്റേ എങ്ങനെ കണ്ടുപിടിക്കും, അതൊക്കെയാണ് മെയിൻ കൺസേൺ ഇപ്പോൾ ഫസ്റ്റ് വരുന്നത്. എബിൻ സെബി പഠിച്ചതൊക്കെ എങ്ങനെയാണ്? ഏത് സ്കൂളിലായിരുന്നു? ഞാൻ +2 പഠിച്ചത് സെൻറ്റ് തോമസ് മലയാറ്റൂരായിരുന്നു. ഓക്കെ. പിന്നെ 10 വരെ സാൻജോ വേങ്ങൂര്. ഓക്കെ. അപ്പോൾ +2 കഴിഞ്ഞ ശേഷം നേരെ ഒരു സ്റ്റഡി പ്ലാൻ നോക്കുമായിരുന്നല്ലോ, ഓവർസീസ്? ഓവർസീസ് നോക്കായിരുന്നു. അപ്പോൾ ഞാൻ ഒരു വർഷം വെയിറ്റ് ചെയ്തു എൻ്റെ കാര്യങ്ങളൊക്കെ. പിന്നെ 1.5 വർഷമൊക്കെ ഇപ്പോൾ പിന്നെ അങ്ങനെ ന്യൂസിൽ പോയി പഠിച്ച കോഴ്സ് ഏതായിരുന്നു? ഹെൽത്ത് ആൻഡ് വെൽബീങ് ലെവൽ 4 ആയിരുന്നു. ലെവൽ 4. അത് ഡ്യൂറേഷൻ എന്തായിരുന്നു? അത് ഫസ്റ്റ് ഒരു 1 ഇയർ പ്രോഗ്രാം ആയിരുന്നു. 1 ഇയർ പ്രോഗ്രാം. നമുക്ക് വേണമെങ്കിൽ അത് അപ്ഗ്രേഡ് ചെയ്ത് ലെവൽ 5 ലെവൽ 6 അങ്ങനെ പോകായിരുന്നു. ഓക്കെ. നാട്ടിൽ ഒത്തിരി ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. നാട്ടിൽ BS നഴ്സിംഗ് പഠിക്കാം, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പഠിക്കാം, IT പഠിക്കാം, ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ന്യൂസ് സെൻ്റർ തിരഞ്ഞെടുത്തത്? എത്ര ഇൻവെസ്റ്റ് ചെയ്യാം? 7 ലക്ഷം രൂപയൊക്കെ. പുറത്ത് പോകാമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ പുറത്ത് പോകാമെന്ന പ്ലാൻ ഉണ്ടായപ്പോൾ പിന്നെ ആ സമയത്ത് കൊറോണ കഴിഞ്ഞേക്കായിരുന്നു. അപ്പോൾ സമയത്ത് UK കുറച്ച് ഡള്ളായിട്ട് അങ്ങനെ അത് ഇതുണ്ടായില്ല. കാനഡ ആണെങ്കിൽ IELTS വേണമായിരുന്നു. സോ PT ഞാൻ എഴുതിയായിരുന്നു. അപ്പോൾ അതിന് മാർക്കുണ്ടായിരുന്നു. അപ്പോൾ ന്യൂസിലാൻഡിൽ അങ്ങനെ കണക്ഷൻ വഴി അപ്പോൾ അങ്ങനെ പോകാം. അടുത്തൊരു ക്വസ്റ്റ്യൻ, എങ്ങനെയാണ് ചോയ്സ് ക്യാമ്പയിൻ സ്റ്റഡി അബ്രോഡിനെ തപ്പി കണ്ടുപിടിച്ചത്? എൻ്റെ ഫാദർ വഴിയാണ് പറഞ്ഞത്. ഫാദർ പറഞ്ഞു ഇങ്ങനെ ചോയ്സ് ക്യാമ്പയിൻ ഒരു ഏജൻസിൻ്റെ ഒന്ന് പോയി എൻക്വയറി ചെയ്യും. അപ്പോൾ ഓണേഴ്സിനെ എനിക്ക് കുറച്ച് അറിയായിരുന്നു. അപ്പോൾ ഞാൻ കണ്ട് പോയി എൻക്വയറി ചെയ്തു, എങ്ങനെ ഫീസ് സ്ട്രക്ചർ എത്ര വേണം, ടോട്ടൽ എത്ര എമൗണ്ട് ആവുന്നു. അത് കഴിഞ്ഞിട്ട് PTയും ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ പിന്നെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യായിരുന്നു. ഓക്കെ. അപ്പോൾ അന്ന് നമ്മുടെ കാലടി ഓഫീസ് ത്രൂ ആണ് സ്റ്റുഡൻറ്റ് വിസയ്ക്ക് ന്യൂസിലേക്ക് പോയത്. അപ്പോൾ അന്ന് നമ്മൾ കുറേ ഓപ്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ടാവും. അതായത് കോഴ്സ് ഓപ്ഷൻസ്, അതല്ലെങ്കിൽ അത് ന്യൂസിന് ചെന്നതിന് ശേഷം എങ്ങനെ ചെയ്യണം, എന്തൊക്കെ ചെയ്യണം, അങ്ങനെ കാര്യങ്ങളൊക്കെ പ്രോമിസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ അവിടെ ചെന്നതിന് ശേഷം എല്ലാം കിട്ടിയിരുന്നോ? എങ്ങനെയായിരുന്നു കോഴ്സ്? നമുക്ക് വേണ്ട ആ കോഴ്സ് നമുക്ക് ഒരു ഐഡിയ ആണ് ഏത് കോഴ്സ് വേണമെന്ന്. നമ്മുടെ കോഴ്സ് അവരോട് പറയാം. അപ്പോൾ അതിനനുസരിച്ച് ഏത് കോളേജാണ് നമ്മളൊരു റിസർച്ച് ചെയ്യണം. എനിക്കൊരു ഡിപ്ലോമ ഒരു സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമാണ് നോക്കി ആ കോഴ്സിന് ഒരു ഇത് കണ്ടു, നമുക്ക് ഓഫർ ലെറ്റർ കിട്ടി. പിന്നെ അവിടെ തന്നെ പഠിച്ച സ്റ്റുഡൻസിനായിട്ട് ഞാൻ കണക്ട് ചെയ്തു. സെയിം ഏജൻസി വഴി തന്നെ പോയ സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവരെ ഫോൺ നമ്പർ വിളിച്ച് കണക്ട് ചെയ്യുക, നമ്മൾ എഫേർട്ട് എടുക്കുക. പിന്നെ അതനുസരിച്ച് നമ്മൾ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അവിടെ ചെല്ലുന്നതാണേലും നമുക്ക് കോൺടാക്ട് നമ്പേഴ്സൊക്കെ തരും. ഇപ്പോൾ അവിടെ ചെന്ന ഒരു എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരു പയ്യൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ ചോയ്സ് വഴി എനിക്ക് തന്നായിരുന്നു. ആ ഒരു ബോയ് വഴിയാണ് എനിക്ക് ജോലി ഫസ്റ്റ് കിട്ടിയത്. സോ നമ്മൾ അങ്ങനെ നമ്പർ വരും, കണക്ഷൻസ് വെച്ച് നമുക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, കിട്ടും. നമുക്ക് ന്യൂസിലേക്ക് വരുന്ന സ്റ്റുഡൻസിൻ്റെ കുറേ കൺസേൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫണ്ടാണ്. ഹ്യൂജ് എമൗണ്ട് ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണ്ടാവില്ല. എബിയുടെ കേസിൽ എങ്ങനെയായിരുന്നു? എനിക്ക് കോഴ്സ് പഠിക്കാൻ അങ്ങോട്ട് 7.5 അത്രയായിരുന്നു, ലാക്സ് ആയിരുന്നു. പിന്നെ ഒരു ലിവിങ് എക്സ്പെൻസ് സമയത്ത് എത്രയോ 13 or 14 അങ്ങോട്ടായിരുന്നു ലിവിങ് എക്സ്പെൻസ്. സോ എനിക്ക് ലിവിങ് എക്സ്പെൻസ് അവിടുത്തെ ബാങ്കിലേക്ക് ഇടേണ്ടി വന്നു. ഡിപ്പെൻഡ് അപ്പോൺ എൻ്റെ ഒരു ഫ്രണ്ടിന് ഇടേണ്ടി വന്നില്ല. അത് ഡിപ്പെൻഡ് അപ്പോൺ ഓരോ വിസ ഓഫീസറിൻ്റെ ഇതനുസരിച്ച് ചെയ്യും. പിന്നെ എനിക്ക് അവിടെ ചെന്നപ്പോൾ 7 ലക്ഷം രൂപ ഒരു വർഷത്തെ ഫീസ് കംപ്ലീറ്റ് ചെയ്ത് അത്ര ഉണ്ടായുള്ളൂ. സോ ടോട്ടൽ ഒരു 24 സംതിങ് അത്രയാണ് ടോട്ടൽ ലിവിങ് എക്സ്പെൻസ് ഫീസുമായിട്ട്. ന്യൂസിൻ്റെ എത്തിക്കഴിയുമ്പോൾ നമുക്ക് പാർട്ട് ടൈം ജോലി കിട്ടാൻ വേണ്ടിയിട്ട് എത്രത്തോളം ഡിഫിക്കൽട്ടീസ് ഉണ്ട്, അതല്ലെങ്കിൽ ഉണ്ടായിരുന്നു? അതും നമ്മുടെ ഒരു ഭാഗ്യം, ഒരു കണക്ഷൻസും അതൊക്കെ ഒരു സംഭവമാണ് അതിൽ. കാരണം എനിക്കിപ്പോൾ ചോയ്സ് ക്യാമ്പയിനിൽ ഇതിൽ നിന്ന് ഈ ഏജൻസി വഴി പോയ ഒരു പയ്യൻ എഞ്ചിനീയറിംഗ് അവിടെ ഓക്ലാൻഡിൽ പഠിക്കണ്ടായിരുന്നു. ആ പുള്ളിയുടെ നമ്പർ തന്നു. അവൻ ആദ്യം വർക്ക് ചെയ്ത സ്ഥലത്താണ് എനിക്ക് ജോലി കിട്ടിയത്. റെഫറൻസ് വഴി, സെയിം റെഫറൻസ് ആണ്. ഇപ്പം എൻ്റെ ഫ്രണ്ട്സിന് കിട്ടുന്നത് വേറൊരാൾക്ക് റെഫറൻസ്. നമ്മൾ CV കൊടുത്തും ചെയ്യുന്നുണ്ട്. ബട്ട് അതൊക്കെ ഒരു ഡിപ്പെൻഡ് അപ്പോൾ നമ്മളെങ്ങനെ അപ്രോച്ച് ചെയ്യണു. ഇപ്പം എനിക്ക് അവിടെ പ്ലേസ്മെൻ്റ് ഉണ്ടായിരുന്നു. സോ പ്ലേസ്മെൻറ്റിൽ ഞാൻ നല്ല പ്രോഗ്രാം ആക്റ്റീവായിട്ട് നിന്നു, അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ. സോ എനിക്ക് അവിടെ ജോബ് ഓഫർ ചെയ്തായിരുന്നു. സോ അങ്ങനെ ഞാൻ കയറി
അങ്ങനെയാണ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ബട്ട് ഓടിച്ചെന്ന് കിട്ടുന്നില്ല. ബട്ട് 1 or 2 months കിട്ടും. കുറച്ചുകൂടി കണക്ഷൻ ഉണ്ട്. ഇങ്ങനെ നമ്പർ നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് മുമ്പും കിട്ടും. 3 വർഷമായിട്ട് എബിൻ സെബി ന്യൂസിനുള്ള കാരണം കൊണ്ട് എബിൻ സെബി പറയുന്ന കുറേ കാര്യങ്ങൾ ഇത് കാണുന്ന പാരൻസിന് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, എൻ്റെ ചൈൽഡ് ന്യൂസിൽ എത്തിക്കഴിയുമ്പോൾ ഈ ഒരു രീതിയിലൊക്കെ ആയിരിക്കും എന്താണ് എക്സ്പെക്റ്റ് ചെയ്യാന്നുള്ളത്. അപ്പം പാർട്ട് ടൈം ജോലി എങ്ങനെയാണ്? പാർട്ട് ടൈം ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ന്യൂസിനുള്ള ലിവിങ് കോസ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഫുഡിനുള്ള കാര്യം നമ്മളിപ്പോൾ പാർട്ട് ടൈം ഇപ്പോൾ ഫസ്റ്റ് എനിക്ക് 6 മാസത്തേക്കൊരു കിച്ചൺ ഹാൻഡ് ആയിട്ടാണ് കയറിയത്. അവിടെ നമ്മൾ അവിടേക്ക് ഒരു ലിവിങ് എക്സ്പെൻസ് ഇട്ടേക്കുന്നത് യൂസ് ചെയ്യേണ്ട ആവശ്യം വരില്ല. നമ്മുടെ ഇപ്പം ഒരു 12 lakhs നമ്മൾ ലിവിങ് എക്സ്പെൻസ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു വർഷത്തേക്ക് നമ്മളത് യൂസ് ചെയ്യേണ്ട. ഇപ്പോൾ ഇത് കിട്ടി, ആ ലിവിങ് എക്സ്പെൻസ് നമുക്ക് എടുക്കേണ്ട ആവശ്യം വരില്ല. പിന്നെ നമ്മൾ അത്യാവശ്യം സേവ് ചെയ്ത് നിൽക്കുന്നതാണെങ്കിൽ കുറച്ച് മീൻസ് ടോട്ടൽ പറയാൻ പറ്റില്ല, ഒരു 15-20% ഒക്കെ നമുക്ക് സേവ് ചെയ്ത് പിടിക്കാം ആ ജോലി കിട്ടുന്നതിന്. പിന്നെ ഇപ്പോഴത്തെ റൂൾ അനുസരിച്ച് 25 hours ആക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെയും കൂടും, എമൗണ്ട് കൂടും. അതിനനുസരിച്ച് എന്നിട്ടാ ഇപ്പോൾ വെക്കേഷൻസ് ഉണ്ട്. ഒരു ഇങ്ങനെ 6 മാസം കൂടുമ്പോൾ എന്തായാലും വെക്കേഷൻ ഉണ്ടാവും, ഒരു 1 or 2 weeks. അപ്പോൾ ആ 2 weeks 25 hours വർക്ക് ചെയ്യാം. സോ ലീവിങ് എക്സ്പെൻസ് എടുത്ത് നമ്മൾ ചിലവാക്കേണ്ടി വരില്ല. ബട്ട് നമുക്ക് ജീവിക്കാനുള്ള എക്സ്പെൻസും കിട്ടും. ഒരു കുറച്ച് നമുക്ക് വേണമെങ്കിൽ സേവ് ചെയ്യാൻ പറ്റും. അടുത്തൊരു ക്വസ്റ്റ്യൻ ഉള്ളത്, ന്യൂസിലൻഡിൽ 3 വർഷത്തെ എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ട് ന്യൂസിലൻഡ് സേഫസ്റ്റ് ആയിട്ടുള്ള കൺട്രി ആണോ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന്? സേഫസ്റ്റ് മീൻസ് എല്ലാ കൺട്രിയിലും അതിന് ഡ്രോബാക്സ് ഉണ്ട്. ഇതിപ്പോൾ ഇവിടെ ആയാലും രാത്രി എങ്ങനെ പോകാം, അതുപോലെ തന്നെ ന്യൂസിലാൻഡിലും ഒരു മിഡ് നൈറ്റ് ഒക്കെ കഴിഞ്ഞാൽ ചില പോർഷൻസ് ഏരിയയിൽ ചിലയിടത്ത് കുഴപ്പമൊന്നുമില്ല, ചിലയിടത്ത് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. ബട്ട് മോർണിംഗ് ഷിഫ്റ്റ് ഒക്കെ ആണെങ്കിൽ രാവിലെ ഉച്ചയ്ക്കൊന്നും, ഈവനിങ് ഷിഫ്റ്റ് അതൊന്നും പ്രശ്നമില്ല. നൈറ്റൊക്കെ വരുമ്പോൾ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടാവും. അതും നമ്മളിപ്പോൾ അത്യാവശ്യം കുഴപ്പം നൈറ്റില്ല, മോർണിംഗ് ഷിഫ്റ്റ് ഒക്കെ ആണെങ്കിൽ നമുക്കത് കുഴപ്പമില്ല. അപ്പോൾ ഇതിൻ്റെ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട് നമുക്ക് ഒരു സ്റ്റുഡൻറ് വിസയിൽ പോയി ഒരു ജോലി കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പാർട്ട് ടൈം ജോലി കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജീവിച്ച് പോകാനുള്ള കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അതായത് നമ്മുടെ പാരൻസിന് അധികം ബുദ്ധിമുട്ടിക്കാതെ തന്നെ അല്ലേ? പാർട്ട് ടൈം ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഡിഫിക്കൽട്ട് ആണോ എളുപ്പമാണോ? അതിപ്പോൾ ഒരാൾ ഡിപ്പെൻഡ് അപ്പോണ്, അതാണ് ഞാൻ പറയുള്ളൂ. കാരണം എനിക്ക് ചെന്നു, ഞാനൊരു 2-3 weeks മാക്സിമം, ഒരു 2 months മാക്സിമം, അതിനുള്ളിൽ എനിക്കൊരു പാർട്ട് ടൈം ജോലി കിട്ടി അടുത്ത 6 മാസത്തേക്ക്. പിന്നെ അവിടെ നിന്ന് വേറെ കണക്ഷൻ ജോലി എനിക്ക് കിട്ടി. എൻ്റെ ഒരു ഫ്രണ്ട് വന്നു, ജസ്റ്റ് ഒരു 1 week കഴിഞ്ഞപ്പോൾ പാർട്ട് ടൈം ജോലി കിട്ടി. അത് റെഫറൻസ് വഴി കിട്ടിയ ബട്ട് പാർട്ട് ടൈം ജോലി കിട്ടി. അതുപോലെ തന്നെ 2 months ആയിട്ടും 3 months ആയിട്ടും കിട്ടാത്തവരും ഉണ്ട്. നമ്മൾ ഇറങ്ങി ട്രൈ ചെയ്യണം. എല്ലാ ദിവസവും ചിലപ്പോൾ CV ഡ്രോപ്പ് ചെയ്യാൻ പോകേണ്ടി വരും, എല്ലായിടത്തും കൊണ്ടുപോകേണ്ടി വരും, കാണുന്നവരോടൊക്കെ കണക്ഷൻ പിടിച്ച് നമ്മൾ പോയി റിക്വസ്റ്റ് ചെയ്യേണ്ടി വരും, എല്ലാം ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോയിന്റിൽ എന്തായാലും കിട്ടും. ബിക്കോസ് ഇപ്പോൾ 25 hours ആയിട്ടുമുണ്ട്. സോ ഒരു പോയിന്റ് കിട്ടും. ബട്ട് ഓടിച്ചെന്ന് ഒരു വീക്ക് 2 week ഒന്നും നോക്കിയാൽ ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ടാവില്ല. എന്തായാലും ഒരു പോയിന്റിൽ എന്തായാലും കിട്ടും. ഈ 7 ലക്ഷം രൂപ ഫീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 വർഷം മുമ്പാണെങ്കിൽ ആ എമൗണ്ട് ഉണ്ടെങ്കിലാണ് യൂറോപ്പിലൊക്കെ പോയി പഠിക്കാൻ പറ്റും. മാൾട്ട പോലുള്ള കൺട്രിയിലൊക്കെ പോയി പഠിക്കണമെങ്കിൽ അന്നും ഈ 7 ലക്ഷം രൂപ വേണം. ഈ ന്യൂസിലൻഡിൽ പോലുള്ള ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ 7 ലക്ഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര അഫോർഡബിൾ ആയിട്ടൊരു പൈസ തോന്നിയായിരുന്നോ? ഞാൻ ഓവറോൾ എല്ലാവരുടെയും ഒരു ധാരണ ന്യൂസിലാൻഡിൽ എക്സ്പെൻസ് കൂടുതലാണെന്നാണ്. അതിപ്പോഴും ഉണ്ട്, ന്യൂസിലാൻഡ് ഭയങ്കര എക്സ്പെൻസ് ഉണ്ടെന്ന്. ബട്ട് അത് ബിക്കോസ് ഓഫ് ലീവിങ് എക്സ്പെൻസ് ഒരു 12 ലക്ഷം 15 ലക്ഷം നമ്മൾ അടയ്ക്കണം. അതുകൊണ്ടാണ് കുറച്ച് എക്സ്പെൻസീവ് തന്നെ. ഇതിപ്പോൾ എൻ്റെ കോഴ്സിനാകെ 7 ലക്ഷം ആയുള്ളൂ ആ സ്ട്രക്ചറിൽ. അതുകൊണ്ട് അത് മാനേജ് ചെയ്ത് പോയി. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ചില പാരൻസ് പറയുന്നുണ്ട് ന്യൂസിലൻഡിൽ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് ജോലി കിട്ടാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണെന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ അതിൻ്റെ റീസൺ എനിക്ക് പേഴ്സണലി തോന്നിയത് സ്റ്റുഡൻസ് കൂടുതലായിട്ട് റിസർച്ച് ചെയ്യാത്ത കാരണം കൊണ്ടും എവിടെ ജോലി ഉണ്ടെന്ന് നമ്മൾ തപ്പി കണ്ടുപിടിക്കാത്തതുകൊണ്ടാണെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മുടെ ലാസ്റ്റ് ഇൻടേക്കിൽ അതിക്ക് മുമ്പത്തെ ഇൻടേക്കിലും പോയ സ്റ്റുഡൻസിന് വിത്തിൻ എ മന്ത് തന്നെ എല്ലാവർക്കും തന്നെ ചെറിയ ജോലികളൊക്കെ ആണെങ്കിലും കിട്ടി. കുറച്ച് സ്റ്റുഡൻസിന് നമ്മുടെ ചോയ്സിൽ വിസ അറേഞ്ച് ചെയ്ത് സ്റ്റാഫ് തന്നെ സെറ്റ് ചെയ്ത് കൊടുത്തായിരുന്നു. എബിൻ സെബിയുടെ കൂടെ കുറേ സ്റ്റുഡൻസ് പല പല ഏജൻസിന് വന്നിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് എബിൻ സെബിക്കും കിട്ടിയ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അതായത് ആ ഏജൻസിക്കാർ ചെയ്തതും നമ്മുടെ ചോയ്സ് എബിൻ സെബിക്ക് അസിസ്റ്റ് ചെയ്ത് എങ്ങനെയാണ് ജോലി കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ അസിസ്റ്റൻസ് ചെയ്തു? ഫസ്റ്റ് ഓഫ് ഓൾ ചോയ്സ് ക്യാമ്പയിനായിരുന്നു അവിടെ മോസ്റ്റ്ലി എല്ലാ സ്റ്റുഡൻസും.
ഇപ്പം എൻ്റെ കൂടെ ഉള്ളവരും ചോയ്സ് ക്യാമ്പയിനിൽ നിന്ന് വന്നവരാണ്. അവിടെ ടിൽ നൗ എൻ്റെ കൂടെയുള്ള എല്ലാവർക്കും ജോലി കിട്ടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ എല്ലാവരും ഇനി മരണവർക്ക് കിട്ടും കിട്ടാണ്ടിരിക്കും. ബട്ട് ടിൽ നൗ ഇപ്പോൾ ചോയ്സ് എൻ്റെ കൂടെയുള്ള എല്ലാവർക്കും ജോലിയുണ്ട്. ഇപ്പോൾ ചിക്കിങ്ങിലായാലും ഓരോരോ പാർട്ടിൽ ജോലിയുണ്ട്. പിന്നെ ഈ ജോലി ഞാൻ ചെയ്യുള്ളൂ അല്ലെങ്കിൽ ഈ ജോലിയിൽ നമ്മൾ പോകും, ചിലപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് ആയിരിക്കും, വേക്കൻസി ഉണ്ടാവും, അങ്ങനെ നോക്കണം. ചിലപ്പോൾ ദൂരെ ആയിരിക്കും, നമ്മൾക്ക് ചിലപ്പോൾ ട്രാൻസ്പോർട്ടേഷനൊക്കെ ചിലപ്പോൾ ഇതുണ്ട്. അപ്പോൾ നമ്മുടെ അനുസരിച്ച് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് വരുമ്പോൾ ചിലപ്പോൾ ജോലി കിട്ടാണ്ടിരിക്കും. ബട്ട് മോസ്റ്റ്ലി ഇപ്പോൾ എൻ്റെ കൂടെയുള്ള എല്ലാവർക്കും ജോലിയുണ്ട്. ജോലി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ നാട്ടുകാരനാണ്, കാലടിയിലാണ് വീട്. അപ്പോൾ ആള് ചിലപ്പോൾ കാലടിയിൽ തന്നെയാണ് നമ്മുടെ ഏജൻസി ഉള്ളതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ചോയ്സ് ക്യാമ്പയിൻ ചൂസ് ചെയ്യാൻ കാരണം. അപ്പോൾ അത് എല്ലാം കൊണ്ടും എളുപ്പമാണ്. ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിലും പെട്ടെന്ന് ഓഫീസിൽ വരാൻ എല്ലാ കാര്യങ്ങളും ഭയങ്കര എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ടാവും. പിന്നെ ആള് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെയിൻ കാരണങ്ങൾ കുറേ, അതായത് ഫാദറിൻ്റെ ഫ്രണ്ട്സിൻ്റെ പിള്ളേരോ അതല്ലെങ്കിൽ അറിയുന്നവരൊക്കെ കുറേ പേര് അത് ചോയ്സ് ക്യാമ്പയിൻസ് ത്രൂ ന്യൂസിലേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് കുറേ റീസൺസ് ആയിരിക്കാം. നമ്മുടെ ലൊക്കാലിറ്റിയിലുള്ളവർ, അതായത് അങ്കമാലി കാലടി ഭാഗത്തുള്ള ഏതെങ്കിലുമൊക്കെ സ്റ്റുഡൻസ് നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്കമാലിലും ഒരു ബ്രാഞ്ച് ഓപ്പൺ ആണ്, കാലടിയിലും ഉണ്ട്. ഉണ്ടെങ്കിൽ സ്റ്റുഡൻറ് വിസ പ്രോസസ്സിങ് ചെയ്യുന്നുണ്ടെങ്കിൽ ചോയ്സ് ക്യാമ്പയിൻസ് തന്നെ ചൂസ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. അപ്പോൾ എബിൻ സെബി, ബെസ്റ്റ് വിഷസ് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു സോ മച്ച്.